ഹലോ വെൽക്കം ടു റനാസ് വ്ലോഗ്. ഡിസംബർ ആയില്ലേ, അപ്പോൾ നമ്മൾ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്ലോഗ് ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു, പട്ട അത് പൊടിച്ച് വെച്ചു കേട്ടോ. ഒന്ന് ചൂടാക്കിയിട്ട് ആണ് പൊടിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ച് വെച്ചു. ഈ സമയത്താണ് കേട്ടോ ഞാൻ പട്ട ഏലക്കൊക്കെ അധികം പൊടിച്ച് വെക്കുന്നത്. പിന്നെ നമ്മൾ ഏലക്കായും ചൂടാക്കിയിട്ടുണ്ട്, അതാണ് ചിലത് വേറൊരു കളറായിട്ട് നിൽക്കുന്നത്. അങ്ങനെ അതും പൊടിച്ച് വെച്ചു. പിന്നെ ഞാൻ ഈ ഒരു ക്രിസ്മസ് കഴിഞ്ഞാൽ അത് നമ്മൾ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറാണ് പതിവ്. ഒക്കെ സെപ്പറേറ്റ് പൊടിച്ച് വെക്കും. അതുപോലെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് കുറച്ചിങ്ങനെ എടുത്ത് വെക്കാൻ മാറ്റിക്കും. ബാക്കി ഞാൻ ഗരം മസാലയിൽ കൂട്ടി വെക്കാനാണ് കേട്ടോ ചെയ്യാറ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ടപ്പർ വെയറിൻ്റെ സ്റ്റോറേജിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. ഇതിലാകുമ്പോൾ സ്മെല്ലൊക്കെ നല്ല അതുപോലെ തന്നെ ഉണ്ടാവും ചെയ്യും. നമ്മൾ പൂപ്പലൊന്നും പെട്ടെന്ന് പിടിക്കുകയില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഇതിലേക്ക് ഞാൻ 3.5 kg ഓറഞ്ച് എടുത്തു, ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. മുസമ്പി അല്ലെങ്കിൽ ബുർത്തുകാലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിലേറെ നന്നായിരിക്കും. ഞാൻ അത് വാങ്ങണം എന്ന് വിചാരിച്ചു, പിന്നെ പെട്ടെന്ന് എന്തോ മറന്നുപോയി. ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിയത് ഇപ്രാവശ്യം. തൊലി കളയുന്ന സമയത്ത് ഇതാ നമ്മുടെ നെയ്ന് ഇടയിലൊക്കെ ഓരോന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഹലോ, എന്താ അത്? ഹലോ നൈനു, എന്താ പെടുത്ത്? മമ്മൻ്റെ ഓറഞ്ചോ? അതെന്തിന്? തിന്നാനോ? അവിടെ അപ്പം മമ്മക്ക് പ്ലം കേക്ക് ഉണ്ടാക്കണ്ടേ? ഏയ് കുട്ടുപ്പാ, ഓറഞ്ച് ഇവിടെ റെഡിയായി. ഇനി ഇത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, നല്ല ഫ്രഷ് ആയിട്ട് ജ്യൂസ് മാത്രമേ അതിൽ പാടുള്ളൂ കേട്ടോ. പിന്നെ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ ഞാനൊരു ട്രേയിലേക്ക് ാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ വെറുതെ നന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ഇങ്ങനെ മിക്സ് ചെയ്യണം, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, ഒരു ഷോട്ടൊക്കെ. പിന്നെ ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇങ്ങനെ അവർക്ക് കൊടുത്തു, അതിങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ഒരു അവർക്ക് രസമല്ല എന്തായാലും. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചെറി ചേർത്തത് 2 കപ്പാണ്, 250 ഗ്രാം. ഡേറ്റ്സ് ചേർത്തത് 250 ഗ്രാമാണ്, 2 കപ്പ്. പിന്നെ ബ്ലാക്ക് മുന്തിരി ചേർത്തത് 150 ഗ്രാമാണ്, 1 കപ്പ്. അതുപോലെ ബ്രൗൺ ഗ്രേപ്സ് ചേർത്തത് 850 ഗ്രാമാണ്, അത് 6 കപ്പ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ചേർത്തത് 280 ഗ്രാമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചട്ടി എടുത്തു, അടുപ്പിൽ വെച്ചു. പിന്നെ അടുപ്പിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഗ്യാസ് ചിലവ് വരും ഗ്യാസിൽ വെക്കുകയാണെങ്കിൽ. പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടുപ്പത്താണ് നല്ലത് കേട്ടോ. ഇതാ ഇവർക്ക് ഞാനിത് കൊടുത്തതാണ് കേട്ടോ. ഇത് അവർ സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്തു, കാരണം കുഞ്ഞു കയ്യിൽ എൻ്റെ അടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്ത്. ഇനി നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ഓറഞ്ച് ജ്യൂസ് മുഴുവനായിട്ട് ആഡ് ചെയ്തു. ഇതിലേക്ക് ഒരു 1 kg ഷുഗർ ആഡ് ചെയ്തു. പിന്നെ 150 ഗ്രാം ഫ്രൂട്ട് ജാം എടുത്തു. 150 ഗ്രാം എന്ന് പറയുമ്പോൾ 1/2 കപ്പായിട്ട് വരും. പിന്നെ നമ്മുടെ ഷുഗറിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ഒരു 5 കപ്പാണ് വരിക ഒരു 1 kgയിൽ. ഇനി ഇത് തിളച്ച് വരുന്ന സമയം നമ്മുടെ ഫ്രൂട്ട് ജാമൊക്കെ നല്ല മെൽറ്റായിട്ടുണ്ടാവും കേട്ടോ. അതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ആഡ് ചെയ്യണം. ഇതിലേക്ക് കാഷ്യൂ ആൽമണ്ട് ഒന്നും ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു അത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കപ്പ് കാഷ്യൂ ആഡ് ചെയ്യുക.
ഇനി ക്യാഷ് മാത്രം പോരാ, ആൽമണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് 3 കപ്പ് എടുക്കുക. അത് ആഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ വാങ്ങുന്നതിൻ്റെ 1 മിനിറ്റൊക്കെ മുന്നാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി ഒന്ന് തിളച്ച ശേഷം ഇതിലേക്ക് ഒരു 8 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ ആഡ് ചെയ്യുക, 1/4 കപ്പ് ഓറഞ്ച് ജസ്റ്റ് ആഡ് ചെയ്യുക, ഒരു 4 ടീസ്പൂണ് സിനമൺ പൗഡർ ആഡ് ചെയ്യുക, ഒരു 2 ടീസ്പൂണ് ഏലക്ക പൗഡർ, 8 ടീസ്പൂണ് ഗരം മസാല. ഇത്രയും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വീണ്ടും ഇത് തിളച്ച ശേഷം ഒരു 4 ടീസ്പൂൺ പ്ലം എസൻസ് ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ പ്ലം കേക്ക് വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ കയറിയിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ആ വറ്റി തുടങ്ങുന്ന ആ സമയത്തുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഏകദേശം ഇത് 1.5 hour എടുത്തിട്ടോ വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വാങ്ങി വെച്ചു. ചുവട് കട്ടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇതുപോലെ കുറച്ച് ചെറിയ വെള്ളത്തിലാണ് എടുത്തത്. പിന്നെ വറ്റി കഴിയുമ്പോൾ അത് എന്തായാലും പിടിക്കും ഇതിലേക്ക്. അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. ഇനി കട്ടില്ലാതെ നമ്മൾ സാധാ ഗ്യാസിൽ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പത ടൈപ്പിലേക്ക് വരും വറ്റി തുടങ്ങുന്ന സമയത്ത്. ആ ടൈമിൽ വാങ്ങി വെച്ചാൽ മതി. പിന്നെ ഇത് ചൂടാറി കഴിഞ്ഞ് നല്ല സെറ്റായി കിട്ടിയപ്പോഴേക്കും 11 മണിയായിക്കണേ രാത്രി. ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 7 o'clock ആയിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി. നല്ല ചൂടാറിയിട്ട് സെറ്റായി. അപ്പോൾ ഞാനിത് ഒരു കുപ്പിയിൽ, പൊട്ടുന്ന കുപ്പിയിൽ അല്ലെങ്കിൽ ഭരണിയിലൊക്കെയാണ് കേട്ടോ അതാക്കി വെക്കേണ്ടത്. അങ്ങനെ ആക്കി വെച്ചു. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല സ്മെല്ലുണ്ട്. പിറ്റേ ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നേരത്തെ ആക്കി വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് 1 മാസം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കാം, കുറേ കാലം നിൽക്കും. പിന്നെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനിത് ഒരു 9 മാസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കേടും പറ്റിയിട്ടില്ല. എന്നിട്ട് ഇത് ബേക്ക് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്നുണ്ട്. ഒരു 2 week കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.